നന്നായിട്ടുണ്ട്. അത് ആദ്യമൊക്കെ സ്വല്പം തമാശയൊക്കെ ആയിരുന്നു ആദ്യം. അത് കഴിഞ്ഞത് ഗൗരവത്തിലേക്ക് വന്നു. ഒട്ടും മടുപ്പില്ലാതെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. നല്ല ഡയറക്ഷനൊക്കെയാണ്. നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാരും ഇഷ്ടപ്പെട്ടു. രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട്. ഞാനിതിന്റെ ഡയറക്ടറൊക്കെ ആയിട്ട് കുറച്ച് ഇതിനു മുമ്പ് ഇവരുടെ അധ്വാനത്തെ ആദ്യം പറയുകയാണ്. അത് ഇത്രയും കഷ്ടപ്പെട്ട് അവരെടുത്ത സിനിമയാണ്. വളരെയേറെ അധ്വാനം അതിന്റെ പിന്നിലുണ്ട്. നല്ല ചെറിയ കഥയുണ്ട്. ഒരു ചെറിയ ബഡ്ജറ്റിലെ നല്ല സിനിമ എന്ന് തന്നെ പറയും. കുടുംബം ഒന്നിച്ച് വന്ന് മനോഹരമായിട്ട് കാണാം. അജുവും ടീമും നല്ലതാണ്, ഡയറക്ഷൻ ടീമും നല്ലതാണ്. ബെസ്റ്റ്. ഷുവറായിട്ടും കാണാം. ഫാമിലി കാണണം. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. നല്ല അവരടുത്തൊരു വർക്ക് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ പറയൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫണ്ണാണ്. ആൻഡ് ദർ ഈസ് ഓൾസോ ത്രില്ലർ എലിമെന്റ് ഉണ്ട്. സോ സെക്കൻഡ് ഹാഫ് മൊത്തം ആ ഒരു ത്രില്ലിംഗ് ഇമോഷണൽ ആസ്പെക്ട് ഉണ്ട്. സോ ഒരു മിക്സ് ആണ്. ഫൺ, ത്രില്ലർ, ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. സോ ഐ എൻജോയ്. ഫീമെയിൽ ഓറിയന്റഡോ? മീഡിയയിലോട്ട് എനിക്ക് കേൾക്കുന്നില്ല. ഫിലിം ചേട്ടൻ്റെ ക്യാമറ ഫിലിം റിലേറ്റഡ് ആണോന്ന്? മീഡിയ റിലേറ്റഡ് ഫിലിം ആണ്. ഓഫ് കോഴ്സ് നമ്മുടെ ജേർണലിസം ആസ്പെക്റ്റിൽ പോകുന്ന ഒരു സിനിമയാണ്. ഞാനിപ്പോ പറഞ്ഞോളൂ, അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ. നല്ല പെർഫോമൻസ് ആണ്. അജു വർഗീസ് മാത്രമല്ല, നന്ദു ചേട്ടനും, ജോജു, അഖിലേട്ടൻ, പിന്നെ ഷമീർ, ഇവരെല്ലാവരും നമ്മളെല്ലാവരും അവരുടെ പെർഫോമൻസസ് കുറെ രീതിയിലും പടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ കുറെ റീൽസും അങ്ങനെ കുറെ കണ്ടന്റ്സിലും കണ്ടിട്ടുണ്ട്. സോ അവരുടെ കൂടെ വർക്ക് ചെയ്തതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പടം കാണാൻ നല്ല പടമാണ്. പിന്നെ ഫാമിലി എന്റർടൈനർ ആണ്. ലൈറ്റ് ഹാർട്ടഡ് സിനിമയാണ്. ഫൺ, ത്രില്ലർ, എവറിത്തിങ് യു ലവ് ഇറ്റ്. അജുവിന്റെ കൂടെ ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, താങ്ക് യു.